സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും 10 ദിവസത്തിനകം പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത് തീർക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. പുസ്തക വിതരണത്തിന്റെ പുരോഗതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രിയുടെ നിർദ്ദേശം. ഇതിനിടെ സ്കൂളുകളിൽ അധ്യാപകരുടെ ഫോൺ ഉപയോഗം വിലക്കിക്കൊണ്ട് കാസർഗോഡ് വിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവും വിവാദമായി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാഠപുസ്തക വിതരണം പ്രതിസന്ധിയിലാണ് എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇന്നലെ വിളിച്ച യോഗത്തിൽ വിഷയം ചർച്ചയായത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്ത യോഗത്തിൽ പാഠപുസ്തക വിതരണത്തിന് പ്രഥമ പരിഗണന നൽകാൻ തീരുമാനമായി. അച്ചടിയോ വിതരണമോ സംബന്ധിച്ച പ്രതിസന്ധിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു. നിലവിൽ 80% പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിട്ടുണ്ട്. ഇവയെല്ലാം മെയിൻ ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ്. പ്രാധാന്യം കുറഞ്ഞ ആക്ടിവിറ്റി പുസ്തകങ്ങൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതും ജൂൺ ആദ്യവാരത്തോടുകൂടി വിതരണം ചെയ്യാനാകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദീകരിച്ചു. പുസ്തകങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നായിരുന്നു മന്ത്രി എടുത്ത നിലപാട്. അച്ചടിയുടെയും വിതരണത്തിന്റെയും പുരോഗതി ദിവസവും നിരീക്ഷിക്കണമെന്നും DGEക്ക് നിർദ്ദേശം നൽകി. ഇതിനിടെ സ്കൂളുകളിൽ അധ്യാപകരുടെ ഫോൺ ഉപയോഗം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവും ചർച്ചയായിട്ടുണ്ട്. സ്കൂളുകളിൽ അധ്യാപകർ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ജോലി സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് ഒഴിവാക്കണമെന്നും ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്നും ഉത്തരവിലുണ്ട്. കുട്ടികളുടെ പഠനത്തെയും സ്വഭാവ രൂപീകരണത്തെയും ഇത് ബാധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. നിർദ്ദേശം ലംഘിച്ചാൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിലുണ്ട്. റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.